ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ലഞ്ച് കഴിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ തന്നെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു മെഷീനിൽ. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തുണിയൊക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് വിരിക്കാമെന്ന് വിചാരിച്ചേ. കാരണം നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ, വെയിൽ, അപ്പോൾ നമ്മൾ അധികം നേരം അത് വെച്ചിട്ട് വെയിലുള്ളപ്പോൾ വിരിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, പിന്നെ മുഷിഞ്ഞിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ വിരിക്കാൻ പോയി. വിരിച്ചാൽ മാത്രം പോരാ, കുറച്ച് തുണങ്ങിയ തുണി ഇരിപ്പുണ്ട്, അതും ഒന്ന് എടുത്തിട്ട് വരണം. വീക്കിലി 3 ദിവസമാണ് ഞാൻ തുണി കഴുകാനായിട്ട് വെച്ചിട്ടുള്ളത്. അത് മിക്കവാറും ട്യൂസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഇങ്ങനെ ആയിരിക്കും. മിക്കപ്പോഴും സാറ്റർഡേ ആയിരിക്കും, സൺഡേ അങ്ങനെ ഇതാവാറില്ല. അപ്പം ഈ 3 ദിവസമാണ് ഞാൻ വീക്കിലി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ദിവസവും ഇങ്ങനെ മെഷീൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് ബില്ല് നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 3 ദിവസമായിട്ട് വെട്ടിക്കുറച്ചത്. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഉണങ്ങിയതിനെയൊക്കെ എടുത്തുകൊണ്ടൊന്ന് വന്ന് മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ അത് മടക്കിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ക്ലീൻ ആവും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ബെഡിലേ തന്നെ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതിനൊന്ന് തട്ടിക്കുടഞ്ഞൊന്ന് മടക്കി വെച്ച്, വലിയ ഭംഗിയൊന്നും കാണില്ല, എന്നാലും മടക്കി വെച്ച് ഞാൻ കബോർഡിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചില നേരങ്ങളിലൊക്കെ എൻ്റെ ഇളയാളും കൂടെ ഹെൽപ്പ് ചെയ്യും. അവനുള്ള ടിഫിൻ ടവലും പാൻറ്റീസും അല്ലെങ്കിൽ യൂണിഫോമൊക്കെ കൊണ്ടുവന്ന് അവൻ്റെ കബോർഡിൽ വയ്ക്കും. ഇന്നിപ്പോൾ അതിനുള്ള തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ കിച്ചണിലേക്ക് ഒന്ന് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റീഫില്ലൊക്കെ ചെയ്തൊന്ന് വെച്ച് ഇതാക്കണം. ഇല്ലെങ്കിൽ പിന്നെ കവറിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അപ്പോൾ 2 ദിവസം ഇത് വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത പുത്രനാണ് ആ തുണിയായിട്ട് പോയത്. അപ്പം ഞങ്ങൾക്കുള്ള തുണിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് പിന്നെ കുറച്ച് തുണികൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ കഴുകാൻ പറ്റാത്തതുകൊണ്ട് അവനുള്ളത് പ്രത്യേകമായിട്ടിട്ട് അങ്ങ് കഴുകുകയാണ്. ചില ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും തുണി ഒരുമിച്ച് തന്നെ കഴുകും. അല്ലാത്ത ദിവസങ്ങളിൽ അവൻ്റെ തുണികൾ അവൻ സ്വന്തമായിട്ട് കഴുകി വിരിച്ചോളും. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, അരി, പച്ചരി, ഇഡ്ഡലി റൈസ്, ഉഴുന്ന്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഞാൻ ഇത് എല്ലാ മാസവും ഇത് ഫ്രീ ഫിൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ സാധനങ്ങൾ തീരുമ്പോൾ ഓരോന്നും ഞാനെടുത്ത് കഴുകി ഉണക്കി അങ്ങ് എടുത്ത് വെക്കും. അപ്പോൾ ഞാൻ ഇതങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് തുടച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് തുടച്ച് ക്ലീനാക്കി എടുക്കുവാണ് എല്ലാ പാത്രങ്ങളും. ഇതിപ്പോൾ എൻ്റെ അരി ഇളക്കുന്ന നാഴിയായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് എനിക്കിതാണിപ്പോൾ ശീലം. വേറെ ഒരു കപ്പിലെടുത്താലും കണക്ക് ശരിയാവില്ല, വേറൊരു നാഴി വാങ്ങിയാലും കണക്ക് ശരിയാവില്ല. ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഇതുപോലുള്ള സ്റ്റീൽ പാത്രത്തിലും പിന്നെ ഗ്ലാസ് ജാറിലും ഒക്കെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇല്ലയെന്ന് തന്നെ പറയാം. 1 or 2 ഉണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പാത്രങ്ങളൊക്കെ തന്നെ ഒന്നും പുതിയതല്ല കേട്ടോ. ഇതൊക്കെ ഒരു 3 വർഷത്തിന് മുമ്പെങ്കിലും വാങ്ങിയ സാധനങ്ങളാണ്. ഇതിൽ വലിയതായിട്ട് നമ്മൾ അങ്ങനെ നിത്യവും അങ്ങനെ യൂസ് ചെയ്യുമെങ്കിൽ ഇത് വലിയ ഡീപ്പായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതല്ലല്ലോ. നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കും. അതുകൊണ്ട് വലിയ തട്ടൽ മുട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതിന് വലിയ കേടുപാടൊന്നും കൂടാതെ ഇങ്ങനെ തന്നെ ഇരുന്ന് പോവും. പിന്നെ ഇതിനകത്ത് എഴുതി ഒട്ടിക്കുന്ന പതിവില്ലേ, അത് ഞാൻ മാസം ഇതുപോലെ സാധനങ്ങൾ തീരുമ്പോൾ ഞാൻ റീഫിൽ ചെയ്യുന്നതിന് മുമ്പ് കഴുകി എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാനത് എഴുതി ഒട്ടിക്കുമ്പോൾ വെള്ളം നനഞ്ഞ് കുതിർന്നിട്ട് അതിൽ ഞാൻ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ സ്ക്രാച്ചൊക്കെ വീഴുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മാർക്കർ പെന്നിട്ടിട്ട് ചെറിയ രീതിക്ക് ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇരിക്കുന്നതാണ് എൻ്റെ മുട്ട ട്രേയെ. അപ്പോൾ ഞാൻ മുട്ടയൊന്നും ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ല. ആവശ്യത്തിന് 10 മുട്ടയോ അങ്ങനെ അതിൽ കൂടുതൽ വാങ്ങാറില്ല. അപ്പോൾ 10 മുട്ട അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചയിൽ വാങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു പോകും. അപ്പോൾ അതിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് പുറത്ത് തന്നെയാണ്, നമ്മളെ റൂം ടെമ്പറേച്ചർ തന്നെയാണ് അത് വയ്ക്കുന്ന. ഇവിടെ പിന്നെ കൂടുതലും ചുവന്ന മുട്ടയാണേ വാങ്ങാറ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ 1 or 2 ആയിട്ട് വെള്ളമുട്ട പ്രിഫർ ചെയ്ത് വാങ്ങാറുള്ളേ. അരിയുടെ കാര്യത്തിൽ അതുപോലെയാണ്. ഞാൻ മുമ്പ് സുലേഖയും ജയ അങ്ങനെയുള്ള അരികളാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് പിന്നെ ചുവന്ന അരിയാണ് വാങ്ങുന്നത്. ഇതുപോലെ പവിഴത്തിൻ്റെ വടിയാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല അരിയൊക്കെയാണ്, കറക്റ്റ് വേവും പാകവും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തൊക്കെ വെക്കുവാണ്. ഇതൊക്കെ ഒന്ന് വാങ്ങുന്നതല്ല പാട്, ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് പാടെന്ന് പറയും പോലെ. ചില നേരത്ത് തുണി മടക്കുന്ന കാര്യം പോലെ ചില നേരത്ത് എനിക്കിത് സ്റ്റോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചില നേരത്ത് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഓരോന്നിനും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേഗം അതിലൊന്നങ്ങ് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി.
കുറച്ച് നാളിന് മുന്നേ വരെ ഞാൻ ഇഡ്ഡലി റൈസ് വാങ്ങില്ലായിരുന്നേ, പച്ചരി മാത്രമേ വാങ്ങുള്ളൂ. അത് വെച്ചിട്ട് തന്നെ ഞാൻ അപ്പവും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഇഡ്ഡലി റൈസ് വാങ്ങിച്ചിട്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ട് വന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ പച്ചരി വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ പൊടിക്കാനായിട്ടും വാങ്ങും, നമ്മൾ അരി പൊടിക്കാനൊക്കെ ആയിട്ട് വാങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കാനായിട്ടാണ് പച്ചരി വാങ്ങുന്നത്. അപ്പം ഇഡ്ഡലി റൈസ് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പച്ചരി അളവിൽ കുറച്ച് വാങ്ങിച്ചിട്ട് ഇഡ്ഡലി റൈസ് ഞാൻ കൂടുതൽ വാങ്ങിച്ചതാണ്. കൂടുതലും ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ ആയിരിക്കും മക്കൾക്കും ഒക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി റൈസ് കൂടുതൽ വാങ്ങിച്ചിട്ട് പച്ചരിയുടെ അളവ് കുറച്ചു. അപ്പോൾ അതിൻ്റെ പൈസ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് പോയി. ഇതുപോലുള്ള പല അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ നമ്മളെ ലൈഫൊക്കെ. അപ്പോൾ അതിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനങ്ങ് നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇതൊക്കെ ഇതുപോലെ കുറച്ച് ഗ്ലാസ് ജാറുകൾ എനിക്കുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാനിതുപോലെ കടലയും ഗ്രീൻ പീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ 2 തരത്തിലുള്ള കടലയുണ്ട് ഞാനിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. വെള്ളയും വാങ്ങിയിട്ടുണ്ട്, കറുത്തതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കടലക്കറി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലക്കറിയും വലിയ ഫേവറേറ്റ് ഒന്നും അല്ല ഇവിടെ. എനിക്ക് കടലക്കറി ഇഷ്ടമാണ്. ഇതെല്ലാ സാധനങ്ങളും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നതാണ്. മക്കളുടെ ഫേവറേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുഡേ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ കറുത്ത കടലയായിരുന്നാലും വെള്ളക്കടലയായിരുന്നാലും ഗ്രീൻ പീസ് ആയിരുന്നാലും ഇനിയിപ്പോൾ ടൊമാറ്റോ കറി ആയിരുന്നാലും പൊട്ടറ്റോ കറി ആയിരുന്നാലും ഏത് കറി ആയിരുന്നാലും അതിൻ്റെ ചാറിൽ മാത്രം മുക്കി കഴിക്കുന്ന 2 ടീംസാണ് എൻ്റെ മക്കളെ. അപ്പോൾ അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് ഏത് കറി ആയിരുന്നാലും ഒരുപോലെ തന്നെ. പിന്നെ ഉണ്ടാക്കുന്ന നമ്മളല്ലേ, ഫുഡ് ഉണ്ടാക്കുന്നവർക്കൊരു വെറൈറ്റിയൊക്കെ വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ ദിവസം ഓരോന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങി വയ്ക്കുന്നതാണ്. അപ്പോൾ ഓരോ സാധനങ്ങളും ഞാൻ ഇതുപോലെ മാർക്കറിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ജാറിലൊന്നും ഇത് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ അതിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പാത്രത്തിലൊക്കെ നമുക്കിപ്പോൾ എൻ്റെ അമ്മയൊക്കെ വന്ന് നിന്നിരുന്നാലും പാത്രത്തിലൊക്കെ അവർക്ക് ഓരോ പാത്രം ഇങ്ങനെ എടുത്ത് നോക്കണ്ടല്ലോ ഏതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ മുകളിലും താഴേക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റേതായ പ്ലേസിലെടുത്ത് വെക്കാം. അപ്പോൾ ആ കിച്ചണിൻ്റെ സൈഡ് നമ്മൾ പടിഞ്ഞാറ് സൈഡിലായതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നല്ല വൈറ്റമിൻ ഡിയുടെ മഞ്ഞ വെയിലടിക്കുക. ഈ വെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അതുകൊണ്ടാണ് ഈ വെയിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇവിടെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ വെയിലടിക്കാനൊന്നും ഇവിടെ നിൽക്കാറില്ല ഈ സമയത്ത്. ഇനി കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചായ ഇടാറൊക്കെ ആവുന്ന ആ സമയത്ത് വരും. ആ ഒരു ചായ ഇടാൻ നമുക്ക് എത്ര നേരം വേണ്ടി വരും. അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവും. പിന്നെ രാത്രിയൊക്കെ ആവാറാകുമ്പോഴല്ലേ ഞാൻ കിച്ചണിലോട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും നേരം എടുത്തത്. ഇല്ലെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ പൊട്ടിച്ച് ഓരോ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഇട്ട് റീഫിൽ ചെയ്ത് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ റീഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ സാധനങ്ങളൊക്കെ അടുക്കി പറക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ വീണ് അതിനെയൊക്കെ ഞാനൊന്ന് തുടച്ചൊക്കെ എടുത്ത് ക്ലീനാക്കി ഇടുവാണ്. അപ്പോൾ ഇത്രയും നേരം നിന്നുള്ള പണി ആയതുകൊണ്ട് എൻ്റെ കാലൊക്കെ കുറച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം എനിക്കൊന്ന് ചായ ഇട്ട് കുടിക്കാൻ. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ചായ കുടിക്കുന്നതല്ലേ നല്ലതെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരാം. അങ്ങനെ പിന്നെ ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ചായ പരിപാടിയിലോട്ട് കടന്നു. ഇവിടെ ചായ ഇടുന്നത് നമ്മൾ സ്ഥിരമൊന്നുമല്ല. ഇതുപോലെ എന്തെങ്കിലും തലവേദന അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ക്ഷീണമൊക്കെ മാറാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ഇട്ട് കുടിക്കുന്നൊരു പരിപാടിയുള്ളൂ. അല്ലാതെ മക്കൾക്കും അത് നിർബന്ധമൊന്നുമില്ല. രാവിലെ ആയിരുന്നാലും വൈകിട്ടായിരുന്നാലും ചായ കുടി എന്ന് പറയുന്ന ഒരു പരിപാടി നിർബന്ധമൊന്നും ഉള്ളതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗർ ഇട്ട് വയ്ക്കുന്ന പാത്രമേ. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രൗൺ ഷുഗർ കുട്ടികൾക്കൊക്കെ മധുരം കൂടുതൽ വേണമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ചധികം ഇടേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായയോ കോഫിയോ കൂടി മാത്രമേ ഒഴിവായിട്ടുള്ളൂ. സ്നാക്സ് 2 പേർക്കും നിർബന്ധമാണ്. അപ്പം ഇന്നിപ്പോൾ ജോലി ആയതുകൊണ്ട് ഞാനിന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കാനും നിന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇലയപ്പോൾ തിരളിയപ്പം കൊഴുക്കട്ട വാഴയ്ക്കപ്പം അങ്ങനെ കുറച്ച് പലഹാരങ്ങളില്ലേ, അതെന്തെങ്കിലുമൊക്കെ കുറച്ചായിരുന്നാലും ഞാൻ ഉണ്ടാക്കും. ഇന്നിപ്പോൾ പാക്കറ്റിലെ മിക്സർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ പൊട്ടിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ട് അത് പറ്റാത്തതുകൊണ്ട് അവൻ അതെന്നെ ഏൽപ്പിച്ചേ. പിന്നെ എനിക്ക് ഈ ടൈപ്പ് മിക്സറിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 പീസ് കേക്ക് ഇരുന്നതാണേ കഴിച്ചത്. അപ്പോൾ ഇനി ഞാനും എൻ്റെ പുത്രനും കൂടി ഗോസിപ്പൊക്കെ പറഞ്ഞ് മൂവീസും കാർട്ടൂണൊക്കെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അർദാസ് ഡെയിലി മിററിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.